بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ എല്ലാ നിലയിലും രക്ഷപ്പെടുത്തും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 192 ഗാഷിയ സൂറത്താണ് ഇതിലെടുക്കുന്നത്. അൽ ഹത്താക ഹദീസുൽ ഗാഷിയ എന്നുള്ള ആ സൂറത്ത്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. 26 ആയത്താണ് ഇതിലുള്ളത്. ഇൻഷാ അല്ലാഹ് സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതൽ ഏതാനും ആയത്തുകളാണ് ഇതിലെടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അത്താക ഹദീസുൽ ഗാഷിയ വജൂഹി യൗമഇദിൻ ഖാശിഅത്തുൻ ആമിലത്തുൻ നാസിബ തസ്ലാ നാരൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തഅാമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. ഏഴായത്തുകളാണ് ഇപ്പോൾ ഓതി വെച്ചത്. ഹൽ അത്താക്ക, ഒറ്റവാക്ക് അർത്ഥങ്ങൾ ആദ്യം പറയുന്നു. ഹൽ അത്താക്ക, പ്രവാചകരെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞോ? ഹൽ അത്താക്ക ഹദീസുൽ ഗാഷിയ, ആ മൂടുന്ന സംഭവത്തെ സംബന്ധിച്ചുള്ള വാർത്ത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ചോദിക്കുകയാണ് അള്ളാഹുവിനെ അറിയാതെ ചോദിക്കുന്നതല്ല. അൽ എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഇസ്തിഫാം എന്ന് പറയാം. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ചോദ്യചിഹ്നം, ക്വസ്റ്റ്യൻ വേർഡ്. ഈ ചോദ്യരൂപത്തിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിലേക്ക് ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ശൈലി ഉപയോഗിക്കാറുള്ളത്. അൽ ഇസ്തിഫാമു ലിത്തശ്വീഖ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചോദ്യരൂപത്തിൽ പറയുമ്പോൾ ഈ സാമ്യവന്, കേൾക്കുന്ന ആൾക്ക് ആ വിഷയത്തിലേക്ക് ഒരു കൂടുതൽ താല്പര്യം ജനിക്കാൻ വേണ്ടി. അപ്പോൾ ആ നിലക്ക് അള്ളാഹു ചോദ്യത്തിൻ്റെ രൂപത്തിലാക്കിയതാണ്. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല. അള്ളാഹുവിനെ അറിയാത്തൊരു കാര്യം എവിടെ ഉണ്ടാവില്ലല്ലോ, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഈ മൂടിക്കളയുന്ന സംഭവത്തിൻ്റെ വാർത്ത വന്നോ എന്നാണ് അള്ളാഹു ചോദിച്ചത്. അതായതാണ് മൂടിക്കളയുന്ന വിഷയം. ഖിയാമത്ത്, ഖിയാമത്ത് അഹ്വാലും അഹ്വാലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അഹ്വാൽ എന്ന് പറഞ്ഞാൽ സ്ഥിതിഗതികൾ, അഹ്വാൽ എന്ന് പറഞ്ഞാൽ ഭീകര സംഭവങ്ങൾ. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ. അഹ്വാൽ ഹായാണ്. ഭീകര സംഭവം എന്നുള്ളതിന് അഹ്വാൽ ഹാക്ക് പകരം ഹായായി. അപ്പോൾ ഭീകര സംഭവം എന്ന് അർത്ഥമായി. അപ്പോൾ ഈ ഖിയാമത്ത് നാളിലുള്ള സ്ഥിതിഗതികളും സംഭവവികാസങ്ങളും ഭീകര സംഭവങ്ങൾ പ്രത്യേകിച്ച് അതെല്ലാം വന്ന് മനുഷ്യനെ ആകമാനം മൂടിക്കളയും. മനുഷ്യന് അതെല്ലാം വലിയ വിഷമമായിരിക്കും ആ സമയത്ത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലിങ്ങനെ ഒരു സ്ത്രീ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായി. അപ്പോൾ ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ഈ സൂറത്ത് ഓതുന്നത് സ്ത്രീ. ഹൽ അത്താക ഹദീസുൽ ഗാഷിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അപ്പോൾ നഅം ഖദ് ജാഅനി, നബിയോടുള്ള ചോദ്യമാണല്ലോ. അപ്പോൾ നബി പറഞ്ഞ് നഅം ഖദ് ജാഅനി, എനിക്ക് വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ഒരു സംഭവം ഇവിടെ വിവരിച്ചു എന്ന് മാത്രം.
അപ്പൊ ഹൽ അത്താക്ക നബിയെ നിങ്ങൾക്ക് വന്നോ ഹദീസുൽ ഹാഷിയ മൂടിക്കളയുന്ന ആ സംഭവത്തിന്റെ വാർത്ത നിങ്ങൾക്ക് വന്നോ? മറ നബി വകന്താത്തിൻ തഖറഉ ഹൽ അത്താക്ക ഹദീസുൽ ഹാഷിയ. ഹൽ അത്താക്ക ഹദീസുൽ ഹാഷിയ എന്ന സൂറത്ത് ഓതുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് കൂടെ നബി നടന്നു പോയി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആ തഫ്സീർ വായിക്കുക. അപ്പൊ റസൂല് ഓത്ത് കേട്ടിട്ട് അവിടെ നിന്നുപോയി. യസ്തമിഉ, ശ്രദ്ധിക്കുക റസൂല്. യഖൂലു, എന്നിട്ട് പറയാണ് റസൂല് നഅം ഖദ് ജാഅനി. അപ്പോ അതങ്ങനെ കഴിഞ്ഞു. ഒന്നാമത്തെ ആയത്താണ് ഇപ്പൊ പറഞ്ഞത്. രണ്ടാമത്തെ ആയത്ത് വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ, വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. അന്നേ ദിവസം വുജൂഹുൻ, ചില മുഖങ്ങൾ. മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖങ്ങളുള്ള, അല്ലെങ്കിൽ മുഖം എന്ന് പറഞ്ഞത് മനുഷ്യാവയവങ്ങളിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു അവയവമാണ് മുഖം. ആ മുഖത്തെ എടുത്തു പറഞ്ഞാൽ നഫ്സ് മുഴുവനുമാണ് ഉദ്ദേശം. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നേ ദിവസം. അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ആ ഖിയാമത്ത് നാളിൽ, ഖാശിഅത്തുൻ, വളരെ പേടിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. വളരെ പേടിച്ചു വലിയ അവശരായ ഒരു വിധത്തിലായിരിക്കും ചില മുഖങ്ങൾ. വുജൂഹുൻ, ചില ശരീരങ്ങൾ എന്നർത്ഥം. മുഖങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിശ്രേഷ്ഠമായ ഒരു അവയവമാണ് മുഖം. അതുകൊണ്ട് മുഖത്തെ എടുത്ത് പറഞ്ഞതാണ്. ചില ശരീരങ്ങൾ എന്നർത്ഥം, നഫ്സുകൾ, ചില വ്യക്തികൾ എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. വുജൂഹുൻ, ചില വ്യക്തികൾ അതേ ദിവസം, യൗമഇദിൻ, അന്നേ ദിവസം, ആ ഖിയാമത്ത് നാളിന്റെ ദിവസം, ഖാശിഅത്തുൻ, ഭയവിഹ്വലരായി കഴിയുകയാണ്, പേടിച്ചുകൊണ്ട്. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. കാരണം എന്താ? അവര് ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ഫലപ്പെട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് അവര്. അവരുടെ പ്രവർത്തനങ്ങൾ ഫലപ്പെടാതെ തഖ്ശഉ, അത് പേടിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ ലാ യൻഫഉഹ അമലുഹ, അവരുടെ അമലൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആമിലത്തുൻ നാസിബ, ആ മുഖങ്ങള് അല്ലെങ്കിൽ ആ വ്യക്തികള് ആമിലത്തുൻ, അമൽ ചെയ്യുന്നവരാണ്, അമൽ ചെയ്ത് കഴിഞ്ഞവരാണ്. നാസിബത്തുൻ, വല്ലാതെ ക്ഷീണിച്ചവരുമാണ്. പണിയെടുത്ത് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് അവര്. എന്ത് പണിയെടുത്തത്? ചെയ്ത പണിയൊന്നും ഉപകാരപ്പെടാത്തതാണ്. അപ്പോ ആമിലത്തുൻ, പ്രവർത്തി ചെയ്തവര്, നാസിബത്തും, ക്ഷീണിച്ചവരുമാണ്. ചെയ്ത പണിക്കൊന്നും ഒരു ഫലം കണ്ടില്ല. അവർ ചെയ്യുന്ന ഇബാദത്തുകളോ മറ്റുള്ളതിനൊന്നും ഒരു ഫലം കണ്ടില്ല. ഇതിന്റെ തഫ്സീറിൽ അത് അമിലത്ത് അമലൻ കസീറൻ, ധാരാളം പണികൾ, അമലുകൾ അവർ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തികൾ. പക്ഷെ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവണം? ഖിയാമത്ത് നാളില് അവര് നരകാഗ്നിയോട് ചേരുകയാണ്, അതിൽ വെന്തെരിയേണ്ടി വരികയാണ്. അതാണ് അതിനുള്ള. അവര് ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ഫലവും കണ്ടില്ല. ആമിലത്തും നാസിബത്തും, ആ ശരീരങ്ങള്, ആ വ്യക്തികള് കണ്ടമാനം പണിയും വർക്കുകൾ ചെയ്തവരാണ്. നാസിബത്തും, ക്ഷീണിച്ചവരുമാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യം തഫ്സീറിൽ പറയുന്നുണ്ട്. മറ ഉമർ ബിൻ ഖത്താബ് ബിദ്ദൈരി റാഹിബിൻ. ഉമർ ബിൻ ഖത്താബ് ഒരു സമയത്ത്, ഉമർ ബിൻ ഖത്താബ് ഭരിക്കുന്ന കാലമാണ്, രാജാവാണ്. രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് ഒരു പുരോഹിതന്റെ വീടിന്റെ അരികെ നടന്നു പോകാനിടയായി. അപ്പൊ അവിടെ എത്തിയപ്പോൾ, ആ വീടിന്റെ അവിടെ എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, യാ റാഹിബ് എന്ന് വിളിച്ചു. അപ്പോ അയാള് പുറത്തു വന്നു.
فأشرف فجعل عمر ينظر إليه ويبكي. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ മുഖത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, എന്നിട്ട് കരയാൻ തുടങ്ങി. فقيل له يا أمير المؤمنين ما يبكيك എന്താണ് നിങ്ങൾ കരയാൻ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായ ഉമറിനോട് ആ പുരോഹിതൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കരയാൻ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദക്കർതു ഖൗലല്ലാഹ് ഫീ കിതാബിഹി, അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരു വാക്ക് ആലോചിച്ചിട്ട്, ഒരു വാചകം ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. എന്താണ് ആ വാചകം? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ആമിലത്തുൻ നാസിബ, മേൽപ്പറഞ്ഞ ആയത്ത് റാഷിയ സൂറത്തിലുള്ള 2-ാമത്തെ ആയത്ത്. ആമിലത്തുൻ നമ്മൾ പറഞ്ഞത് കണ്ടമാനം വർക്ക് ചെയ്യാണ് ശരീരങ്ങൾ. ഈ ആളുകൾ കണ്ടമാനം വർക്ക് ചെയ്യുന്നു, അവർ ക്ഷീണിച്ചവരുമാണ്. അവരെന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? തസ്ലാ നാറൻ ഹാമിയ, ശക്തിയായ ചൂടുള്ള അഗ്നിയിലേക്കാണ് അവര് വെന്തരിയുന്നത്, കരിഞ്ഞു പോകും. അപ്പൊ ഇത് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം എന്താ? മനുഷ്യൻ കണ്ടമാനം അമലുകൾ ചെയ്യുന്നു, പക്ഷെ ആ അമലുകൾ നിഷ്ഫലമായി പോകുന്ന പ്രവർത്തനങ്ങളിൽ അവനിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഇപ്പൊ സദഖ ചെയ്യുന്നവരാണെങ്കിൽ ലാ തുബ്തിലു അഅമാലക്കും ബിൽ മന്നി വല്ലദ, സദഖ ചെയ്തത് എടുത്തു പറയുകയും സദഖ സ്വീകരിച്ചവനെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്ന ചില പരിപാടികളുണ്ട് ആളുകളുടെ ഇടയ്ക്ക്. അത് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് ഖുർആൻ പറയാ. ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത് ബിൽ മന്നി വല്ലദ, എടുത്തു പറയുക. ഞാൻ നിനക്ക് 10,000 രൂപ തന്നില്ലേ പ്രതിഫലമൊന്നും വാങ്ങാതെ, അല്ലെങ്കിൽ നിനക്ക് കടം തന്ന് നിന്നെ സഹായിച്ചില്ലേ, ഇതൊക്കെ നല്ല ഇബാദത്തുകളാണ്. സദഖ ചെയ്യൽ ഇബാദത്താണ്. അല്ലെങ്കിൽ 10,000 രൂപ കടം കൊടുത്ത് അവന്റെ ബുദ്ധിമുട്ട് അല്പം ക്ഷമിക്കുവാനുള്ള വഴികൾ സ്വീകരിച്ചത് ഒരു ഇബാദത്താണ്. ഇങ്ങനെ ഈ നല്ല കാര്യം ചെയ്തത് എടുത്തു പറയാ, അല്ലെങ്കിൽ അവനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക. എന്നിട്ട് നീ ഒരു നന്ദില്ലായ്മ എന്നോട് കാണിക്കേ. നിനക്ക് ഞാൻ 10,000 രൂപ നിന്നെ സഹായിച്ചു ഒരു കാര്യത്തിന് വേണ്ടി, വെറുതെ ആവട്ടെ അല്ലെങ്കിൽ കടമായിട്ട് കൊടുക്കുകയാവട്ടെ, എന്തായാലും സഹായിച്ചു. എന്നിട്ട് ഇപ്പൊ നിനക്ക് നന്ദിയില്ലാത്തത് കാണിക്കുക എന്നോട് എന്ന് പറഞ്ഞാൽ വല്ല രണ്ടുമായി, എടുത്തു പറയലുമായി അവനെ ബുദ്ധിമുട്ടിക്കലുമായി. ഇത് പറഞ്ഞത് കൊണ്ട് എന്തായി? അവന് അതിലൊരു ഫലമില്ലാതെ. ഒരു ഉദാഹരണം എന്ന നിലക്ക് പറഞ്ഞതാണ് ഞാൻ. അത് ഖുർആനിൽ ആയത്തും ഉണ്ട് അതിനു വേണ്ടി. തുടുത്തിലോ അമാലക്കും മഞ്ഞുവല്ലാതെ. അപ്പോ ഈ നിലയിലൊക്കെ അമലുകള്, പിന്നെ നമ്മൾ ചെയ്യുന്ന അമലുകള് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചിന്ത വന്നാൽ അതും ബാത്തിലായി. ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, ധാരാളം ഖുർആൻ ഓതുന്നു, ഇതൊക്കെ ആളുകൾ കാണാൻ വേണ്ടി. ഞാൻ പിന്നെ നല്ല അമല് ചെയ്യുന്ന ഒരാളാണെന്ന് ജനങ്ങൾ ധരിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം നിഷ്ഫലമായി പോവുക, നമ്മുടെ അമലുകളൊക്കെ. അപ്പോ ഏതു തരം സൽക്കർമ്മങ്ങളും ഇങ്ങനെ തന്നെ, സൽക്കർമ്മങ്ങൾ പാഴായി പോകുന്ന. അപ്പോ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിനൊരു കാര്യമില്ല. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ റാഹിബിനെ അല്ലെങ്കിൽ ഈ പുരോഹിതനെ നോക്കി കരയാനുണ്ടായ കാരണം ഈ പുരോഹിതന് അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കാം, ആളുകൾ കാണാൻ വേണ്ടി എന്നുള്ളത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്കാനി, ഇതാണ് ഈ യാഥാർത്ഥ്യം, ഈ സത്യമാണ് എന്നെ കരയിപ്പിച്ചത് എന്ന്. അപ്പൊ ആമിലത്തുൻ, ഇത് തഫ്സീറിൽ പറഞ്ഞ കാര്യമാണ്, ഇബ്നു കസീറിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പിന്നെ ഇബ്നു കസീറിൽ തന്നെ പറയുന്നുണ്ട്, ഇക്രിമ, സുദ്ദി പോലെയുള്ള മുഫസ്സിറുകളുടെ
അഭിപ്രായം അനുസരിച്ച് ആമിലത്തും ദുന്യ ബിൽ മാസ്, ദുന്യാവിൽ വെച്ച് കണ്ടമാനം ജോലികൾ അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്കുകൾ ചെയ്യുന്നു, അമലുകൾ ചെയ്യുന്നു. എന്ത് വർക്കുകളാ? മാസി, തെറ്റായ കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നു. നാസിബത്തും ഫിന്നാർ ബിൽ അദാബി വൽ ഹലാക്, അവര് നരകത്തിലേക്ക് വീഴാനുള്ള ആളുകളാണ്. നരകത്തില് വെന്ത് കരിഞ്ഞു പോകാനുള്ള പ്രവർത്തനങ്ങളായിട്ടേ അത് ഗണിക്കപ്പെടുള്ളൂ. അപ്പോ മൂന്നാമത്തെ ആയത്ത്, നാലാമത്തെ ആയത്ത് തസ്ലാ നാറൻ ഹാമിയ. തസ്ല എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് ചേരുക, നാറൻ അഗ്നിയിലേക്ക്. ഹാമിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ ചൂടുള്ള, അതികഠിനമായ ചൂടുള്ള ആ നരകത്തിലേക്ക് അവൻ അതിൽ വെന്തരിയുക. അഞ്ചാമത്തെ ആയത്ത് തുസ്കാ മിൻ ഐനിൻ ആനിയ, അപ്പോൾ അവന് കുടിപ്പിക്കപ്പെടും മിൻ ഐനിൻ ആനിയത്തിൽ, ചൂടുള്ള തിളച്ചുമറിയുന്ന ഉറവകളിൽ നിന്ന്. ഒരു ഉറവ എന്നല്ല, തുസ്കാ കുടിപ്പിക്കപ്പെടും, ഇവർക്ക് കുടിപ്പിക്കപ്പെടും. ഈ വ്യക്തികളുണ്ടല്ലോ, ഉജൂഹിയൗമൈദിൻ ഖാശിയ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് അവര് ആമിലത്തുൻ നാസിബയാണ്. അവര് പ്രവർത്തനം കണ്ടമാനം ചെയ്തു, പക്ഷെ ഫലമില്ല. അവര് പ്രവർത്തി ചെയ്ത് ക്ഷീണിച്ചവരാണ്. അവർ നരകത്തിലേക്ക്. തുസ്കാ മിൻ ഐനിൻ ആനിയ, അപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കും. അത് മിൻ ഐനിൻ ആനിയത്തിൽ, ചൂടുള്ള തിളച്ചുമറിയുന്ന വെള്ളത്തിൽ നിന്ന്, അരുവിയിൽ നിന്ന്, ഉറവകളിൽ നിന്ന് ആണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ കുടിക്കുമ്പോൾ അതിന്താ ഹറുഹാവലയാനും, അങ്ങേയറ്റത്ത് ചൂടെത്തിയതായ വെള്ളമാണ്, തിളച്ചുമറിയുന്ന വെള്ളമാണ്. ഇനി അവർക്ക് ഭക്ഷണം എന്താവും? ലൈസലഹും, ആറാമത്തെ ആയത്ത്, ലൈസലഹും ലൈസലഹും അവർക്കില്ല താമൻ ഭക്ഷണമില്ല, ഇല്ലാ മിൻ ദരിയയിൽ നിന്നല്ലാതെ. അവർക്കിത് ഭക്ഷണം കൊടുക്കുന്നത് ദരിയാണ്. ദരിയ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള ഒരു മരമാണ്, സഖൂം എന്ന് പറയുന്നതിന്. ഇത് ഒരു തഫ്സീറാണ്. ഖത്താദത്ത് എന്ന മുഫസ്സിർ പറയുന്നത് ഈ ലരിയ എന്ന് പറയുന്നത് ഒരു ഭക്ഷണമാണ്, നരകാവകാശികളുടെ ഭക്ഷണമാണ്. തുസമ്മീഹ് ഖുറൈശും ഫിർ റബിയ, റബിയ കാലത്തെ ഈ സഖൂമിന് അവര് പേര് പറയാ ഷിബ്രഖ് എന്ന്. സൈഫ് കാലത്ത് ഷിത്തായില്, റബിയ കാലത്ത് എന്ന് പറഞ്ഞാൽ വസന്തകാലത്തിൽ ഈ ചെടിക്ക്, ഒരു ചെടിയാണ് ഇതുണ്ടാവും, ഈ ചെടിക്ക് അവര് പേര് പറയുന്നത് സഖൂം എന്ന് പറയുന്ന ഈ ചെടിക്ക് അവര് ഖുറൈശികൾ പറയാറുള്ള പേര് വസന്തകാലത്തിൽ ഷിബ്രഖ് എന്ന് പറയും. പിന്നെ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലത്ത്, ചൂടുള്ള കാലത്ത് പറയുന്നത് ലരിയ എന്നാണ്. അപ്പൊ ലൈസലഹും തആമുൻ ഇല്ലാ മിൻ ലരിയ, ലരിയ അല്ലാതെ ഒരു ഭക്ഷണം അവർക്കില്ല എന്നാണ് പറയുന്നത്. അല്ലരിഉ നബത്തുൻ യുഖാലു ലഹു ഷബ്റഖ്, യുസമ്മീഹി അഹ്ലുൽ ഹിജാസ് ലരിയ. ലരിയ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു സസ്യമാണ്. ഇതിന് ഷബ്റഖി എന്ന് പറയും, ഹിജാസിക്കാരായ ലരിയ എന്നും പറയും. എന്തായിരുന്നാലും അത് വളരെ മോശമായ, എല്ലാവരും വെറുക്കുന്ന ഒരു ഭക്ഷണമാണ്. ഏറ്റവും ഇടക്ക് ഭക്ഷണം, ആ ഭക്ഷണമാണ് ഇവർക്ക് തിന്നാൻ കൊടുക്കുന്നത്.
അപ്പോ ഭക്ഷണം, വെള്ളം, എന്തെല്ലാം നിലയിലുള്ള ഭക്ഷണമാണ്. എല്ലാം ഭക്ഷണം അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അകത്തുള്ള അവയവങ്ങളൊക്കെ കരിഞ്ഞുകൊണ്ട് അത്രയും ചൂട്. വെള്ളം കുടിക്കുമ്പോൾ അതിലപ്പുറം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുക. യാർക്ക് ഈ ഉജൂഹി യൗമേദിൻ ഖാശിയ, ഖിയാമത്ത് നാളിൽ പേടിച്ചരണ്ടു പോകുന്ന കുറെ മുഖങ്ങളുണ്ട്, കുറെ വ്യക്തികളുണ്ട്. അവർക്ക് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. ലാ യുസ്മിനു പോഷകാംശമുള്ള ഭക്ഷണമല്ല ഇതൊന്നും. ഈ ഭക്ഷണം ഒരു പോഷകാംശമുള്ള ഭക്ഷണമാണോ? അല്ല, ഒരിക്കലുമല്ല. വലാ യുഗ്നി മിൻ ജൂഅ, അത് പ്രയോജനപ്പെടുകയുമില്ല, വിശപ്പിന് പ്രയോജനവുമില്ല. വിശപ്പുള്ളവരൊക്കെ വിശപ്പ് മാറ്റാനുള്ള ഒരു പ്രയോജനപ്പെടുന്ന വസ്തുവുമല്ല, അങ്ങനെയുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ ഉദ്ദേശിച്ച ഫലം നടക്കില്ല. ലാ യഹ്സുലു ബിഹി മഖ്സൂദ്. അപ്പോ ഇങ്ങനെ 7 ആയത്തുകൾ പ്രയോജനപ്പെടില്ല എന്നും പറഞ്ഞു. ആയുസ്മിനോലായ ഉനയും 7 ആയത്തുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ എടുത്തത്. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം വീഡിയോകൾ, നമ്മൾ എടുത്ത വീഡിയോകൾ 192, എല്ലാ വീഡിയോകളും കാണാനുള്ള ഒരു അവസരം സൃഷ്ടിക്കും ഈ സബ്സ്ക്രൈബ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. പിന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക്, ഒരാളിലേക്കെങ്കിലും എത്തിക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം പ്രതിഫലം എത്തിക്കുന്ന ആൾക്കുണ്ട്. കാരണം ഇത് ഖുർആനാണ്. നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലുമാണ് ഏറ്റവും ഉത്തമമായ ജോലി എന്നും അങ്ങനെ ചെയ്യുന്നവരാണ് മനുഷ്യരിൽ ഉത്തമന്മാർ എന്നും പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. നിങ്ങളിൽ വെച്ച് അത്യുന്നതമായ ആളുകൾ, ഉത്തമന്മാരായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കുകയും വഅല്ലമ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ഗുണം നമ്മൾക്ക് ലഭ്യമാവാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഇത് ഒരാൾക്കെങ്കിലും എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പരലോകം വളരെ നല്ല നിലയിലാക്കി തരികയും ചെയ്യും. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് 193-ാമത്തെ വീഡിയോ അടുത്ത് തന്നെ എടുക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.